വചനസാരം വചനസാരം. വചനസാരത്തിലേക്ക് സ്വാഗതം. 2024 ഏപ്രിൽ 30 ഉയർപ്പുകാലത്തിലെ 5-ാം ചൊവ്വാഴ്ച നാം ദിവ്യബലിയിൽ വായിച്ചു കേൾക്കുന്ന വചനഭാഗം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലെ 14-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. അന്ത്യത്താഴവേളയിലെ യേശുവിൻ്റെ പ്രഭാഷണത്തിലെ ഒരു ഭാഗം മാത്രമാണിത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു. ലോകം നൽകുന്ന സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് യേശുവിൻ്റെ സമാധാനം. ആദ്യ നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ റോമ സാമ്രാജ്യത്തിലെ സമാധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാക്സ് റൊമാന. എതിരാളികളെ ബലം പ്രയോഗിച്ചില്ലാതാക്കുന്നതായിരുന്നു ആ സമാധാനം. റോമൻ പൗരന്മാരും അടിമകളും തമ്മിലുള്ള വിവേചനത്തിന് നിയമ സാധുത നൽകിക്കൊണ്ടുള്ളതായിരുന്നു ആ സമാധാനം. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് എന്ന്. പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഷാലോം എന്ന സമാധാനമാണ് യേശു നമുക്ക് നൽകുന്നത്. ആ സമാധാനം എന്നും നിലനിൽക്കുന്ന നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. യേശുവിൻ്റെ സമാധാനം അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്ന് ഇതിനർത്ഥമില്ല. സഹനത്തിൻ്റെ കൊടുങ്കാറ്റിൽ ആടി ഉലയുമ്പോഴെല്ലാം അവർക്ക് പ്രാർത്ഥനാപൂർവം ഹൃദയത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും യേശുവിന് വിട്ടുകൊടുക്കുക. നാം ഓരോ തവണയും ദിവ്യബലിയിൽ യേശുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്നവരാണ്. ആ സമാധാനത്തിൻ്റെ പങ്കുവയ്പ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നാം എപ്രകാരമാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കാം. യേശുവിൻ്റെ സമാധാനം നമ്മോടുകൂടെ. വചനസാരം വചനസാരം.